Hi friends, welcome back. തല്ലി പൊട്ടിച്ചുകൊണ്ട് ഹിറ്റായ ഒരു ഫോണാണിത്. വാൾനട്ട് ഈ ഫോണിന്റെ ഡിസ്പ്ലേ കൊണ്ട് തല്ലി പൊട്ടിക്കുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. പല ചാനലിലും ഇതിന്റെ ഹെഡായ മാധവസത്ത്, ഹോണറിന്റെ തലപ്പത്തിരിക്കുന്ന മാധവസത്ത് തന്നെ ഇതുകൊണ്ട് ഇഷ്ടം പോലെ വാൾനട്ടുകൾ തല്ലി പൊട്ടിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ചാനലിലും ആ ഒരു ടെസ്റ്റ് നടത്തി നോക്കി നിങ്ങളുമായിട്ട് അതിന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും ഇത് ചെയ്ത് നോക്കരുത്. കാരണം ഇത് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത്തിരി ഓവറാക്കി കാണിച്ച ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഇത്തിരി ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നൊരു സംഭവം. ആ ഒരു സംഗതിക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന ഒരു ഷോ ആണെന്ന് തന്നെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഒരു ട്രിക്ക്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് വാൾനട്ടൊന്നും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ സുഹൃത്ത് ഗ്യാൻ തെറാപ്പി യൂട്യൂബ് ചാനൽ രാകേഷിൻ്റെ, അപ്പോൾ ആ രാകേഷ് കുറേയധികം വാൾനട്ട് വാങ്ങിച്ച് കുറേയധികം ഫോൺ കൊണ്ട് ഇത് തല്ലി പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഏത് ഫോൺ കൊണ്ട് തല്ലി പൊട്ടിച്ചാലും ഡിസ്പ്ലേക്കൊന്നും കംപ്ലൈൻറ്റ് പറ്റില്ല. അതിന് മാത്രമുള്ളൊരു ബലമൊന്നും ഇതിൻ്റെ തൊണ്ടിന് അല്ലെങ്കിൽ അതിൻ്റെ ആ തോടിനില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പോട്ടെ. നമുക്കറിയേണ്ടത് റിയലി ഹോണർ എന്ന ഈ ഫോൺ തിരിച്ചു വരുമ്പോൾ ആക്ച്വലി ഈ പ്രൈസിന്, അവർ കൊണ്ടുവരുന്ന പ്രൈസ് എനിക്കറിയില്ല, എങ്കിലും ഈ ഫോൺ എങ്ങനെയുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. നന്നായിട്ടുണ്ടോ, ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ അതൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ ബോക്സിലെ കണ്ടന്റ് ഈസി ആയിട്ട് പെട്ടെന്നൊന്ന് കാണിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ജസ്റ്റ് ഈ രീതിയിലാണ് ഈ ഫോണിൻ്റെ ഒരു ലുക്ക്. കൊള്ളാം. ഫോണിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് ഡോക്യുമെന്റ്സ്, കേസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. കേസ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് കേസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടൈപ്പ് സി കേബിളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ചാർജർ കാണാനില്ല. സോ ഹോണർ പോയ പോലെയല്ല, അപ്ഗ്രേഡ് ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പ്രകൃതി സ്നേഹമൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഫോണിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ഇത്തിരി വ്യത്യസ്തമായ ഡിസൈനുമായിട്ടാണ് ഹോണർ വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. രണ്ട് സൈഡിലേക്കും നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള ഫോണുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ബട്ട് മുകളിലും താഴെയും ചെറിയൊരു കർവ് കൊടുത്തുകൊണ്ട് ക്വാഡ് കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. റിയർ സൈഡിലെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെയാണ്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല, സാധാ ഡിസൈൻ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്ലാസ് തന്നെയാണ്. ഇതിൻ്റെ എക്സാക്ട്ലി ഗ്ലാസ് പ്രൊട്ടക്ഷൻ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്തായാലും ഗ്ലാസ് ഡിസൈനിലുള്ളൊരു ഫോണാണ്. ഫ്രെയിം വന്നിട്ട് പോളികാർബണേറ്റ് ആണ്. 7.8 mm ആണ് തിക്നെസ് വരുന്നത്. 183 ഗ്രാം വെയിറ്റ് ആണ്. കംഫർട്ടബിൾ ആണ്. കൊണ്ട് നടക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല കംഫർട്ടബിൾ ആയ ഫോൺ തന്നെ. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ 2 ഘടകങ്ങളാണ്. ഒന്ന് ഡിസ്പ്ലേ, അടിപൊളി ഡിസ്പ്ലേ ആണ്. ഈ കാണുന്ന പോലെ 6.7 ഇഞ്ച് വരുന്ന ക്വാഡ് കർവ്ഡ് ഫ്ലോട്ടിംഗ് ആമോലെഡ് ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. 1.7 ബില്യൺ കളർ സപ്പോർട്ട് ചെയ്യുന്നു. 100% DCI P3 സപ്പോർട്ട് ഉണ്ട്. HDR ബ്രൈറ്റ്നസ് ഒക്കെ 1600 നിറ്റ്സ് വരെ ഈ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. DXOMARKിലും മറ്റുമൊക്കെ വളരെ നല്ല റേറ്റിംഗ് നേടിയിട്ടുള്ള നല്ല അഭിപ്രായമുള്ള ഡിസ്പ്ലേ ആണെന്ന് സാരം. പിന്നെ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ TUV Rheinland സർട്ടിഫിക്കേഷൻ, ഫ്ലിക്കർ ഫ്രീ ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതായത് ഏറ്റവും നല്ലത് കണ്ണിനെ സംബന്ധിച്ച് നമുക്ക് ഫ്ലിക്കറിംഗ് ഒക്കെ ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ ഫ്ലിക്കറിംഗ് കൂടുതലുള്ള ഡിസ്പ്ലേകളാണെങ്കിൽ തലവേദനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ആണ്. ആ ഒരു സർട്ടിഫിക്കേഷനുള്ള ഡിസ്പ്ലേ ആണ്. ഇത് എത്ര ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഉപയോഗിച്ചാലും തലവേദന പോലുള്ള കാര്യങ്ങൾ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ സ്ട്രോങ് ആയ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയും നല്ല ഡിസ്പ്ലേ കൊടുത്തപ്പോൾ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല, മോണോ സ്പീക്കറാണ്. ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ പലരും കാണാൻ സാധ്യതയുണ്ട്. ഞാനും കാണുന്നു. ഉള്ള സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഈ കേൾക്കുന്ന പോലെയാണ്. അതും അത്ര കണ്ട് ഗംഭീരമായിട്ട് തോന്നിയില്ല. അതായത് സ്പീക്കർ ക്വാളിറ്റി അത്ര കണ്ട് മികച്ചതായിട്ടും തോന്നിയില്ല. സോ തീർച്ചയായിട്ടും ഇത്രയും നല്ല വിഷ്വൽ ക്വാളിറ്റി കൊടുത്തപ്പോൾ, ഡിസ്പ്ലേ ക്വാളിറ്റി കൊടുത്തപ്പോൾ അതുകൂടി ഒന്നും ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷേ ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ. ഇനി ഇതിൻ്റെ അടുത്ത ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറയാണ്. 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഷോട്ട് ഒന്ന് കണ്ടു നോക്കി. ഇതുപോലൊരു ക്യാമറ ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല അടിപൊളി ഐറ്റമാണ്. ഹോണർ 90 എന്ന ഫോണിൻ്റെ ക്യാമറയിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ കൊണ്ട് ഇതുപോലെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിയർ ക്യാമറയിലേക്ക് മാറ്റാം. വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ ഒറ്റ ക്ലിക്കിൽ. കണ്ടോ, ഇപ്പോൾ റിയർ ക്യാമറയിലേക്ക് മാറിയിരിക്കുകയാണ്. റിയർ ക്യാമറ കൊണ്ടും ഇതുപോലെ ഷൂട്ട് ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വീണ്ടും മാറണമെങ്കിൽ ഒറ്റ ക്ലിക്ക് മതി. ഇതുപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറുകയും ചെയ്യാം. ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാം. അത് മാത്രമല്ല, സൗണ്ട് പുറമെ ഭയങ്കര കൂടുതലാണെന്ന് തോന്നിയാൽ ഈ നോയ്സ് റിഡക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോയ്സും കുറയ്ക്കാം. ഇതാ കാണിച്ചു തരാം. കണ്ടോ, പുറമെയുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ രീതിയിൽ നോയ്സ് കട്ട് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാനും സാധിക്കും. അതായത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ടും ബാക്ക് ക്യാമറ കൊണ്ടും നമുക്ക് മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ റിയർ ക്യാമറയിലേക്ക് തിരിക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നോയ്സ് റിഡക്ഷനും ആക്ടിവേറ്റ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം.
സോ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വിത്ത് നല്ല വീഡിയോ ക്വാളിറ്റി. എനിക്ക് വീഡിയോ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴും നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും അത്യാവശ്യം സ്മൂത്തായി വീഡിയോസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അവിടെയും ഒരു കുറവ് വെച്ചിട്ടുണ്ട് അവർ. OIS സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല ഈ ക്യാമറയിൽ. OIS ഇല്ലെങ്കിലും ഇവിടെ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു ഫീച്ചർ കൂടി ആഡ് ചെയ്യാമായിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുകയാണ്. ബട്ട് വീഡിയോ ക്വാളിറ്റി തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും 4Kയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഫോട്ടോസ് നിങ്ങൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡേ ലൈറ്റ് ഫോട്ടോസ് ഉണ്ട്. ഓവർ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അത്ര കണ്ട് തോന്നുന്നില്ല. ബട്ട് എങ്കിലും ഇതിൽ ഭംഗിയൊക്കെ വെപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൽ തർക്കമില്ല. നിങ്ങൾ നോക്കുക ഈ ഫോട്ടോസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ക്യാമറയാണ്. 30,000-40,000 രൂപ റേഞ്ചിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്യാമറയായിട്ട് തോന്നുന്നു എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം. ഇൻഡോർ ലൈറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് നിന്നുകൊണ്ട് ഞാൻ എടുത്ത ചില സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. സോ ക്യാമറ ഫോട്ടോസിനായാലും വീഡിയോസിനായാലും നന്നായിട്ടുണ്ട്. സോ ഈ ഫോണിൻ്റെ മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറയെ പറയാം. എനിക്കിഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. സത്യം പറഞ്ഞാൽ ഈ ചാനൽ ആരംഭിക്കുന്ന കാലത്ത് ഞാൻ ഉപയോഗിച്ചത് ഹോണറിൻ്റെ ഈ ഒരു ഫോണാണ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, 9 ലൈറ്റ്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യകാല വീഡിയോകൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഹോണർ തിരിച്ചു വന്ന് ഈ ഒരു ഫോൺ കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു എക്സ്ട്രാ സന്തോഷമുണ്ട്. അത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ചാനൽ തുടങ്ങിയതുകൊണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനിക്കാനും ചൂസ് ചെയ്യാനും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. LPDDR5 RAM-ഉം UFS 3.1 സ്റ്റോറേജും വരുന്നു. Android 13 വരുന്നു. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്താണ്. അത്യാവശ്യം ഗെയിമുകളും കളിക്കാം. BGM ഒക്കെ ഈ കാണുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ സ്മൂത്തായിട്ട് കളിക്കാം. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ കണ്ടില്ല. സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓവറോൾ സ്മൂത്തായ പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൊസസ്സറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സ്മൂത്തായ പെർഫോമൻസ് ഉള്ള ഫോണാണ്. ചില സുഹൃത്തുക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇതിൽ ആൻഡ്രോയിഡ് ആണോ, പ്ലേ സ്റ്റോർ സപ്പോർട്ട് ചെയ്യോ? അതൊക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് വാവേക്കാണ് ഈ പറഞ്ഞ ഇഷ്യൂസ്, ഗൂഗിളുമായിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് നിൽക്കുന്നത്, അല്ലെങ്കിൽ US-ഉമായിട്ടുള്ള ഇഷ്യൂസ് നിൽക്കുന്നത്. ഈ ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് അവരിൽ നിന്ന് വിട്ടുമാറിയിട്ട് കുറച്ച് നാളായി. ഇവർക്ക് സാധാരണ ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കാൻ പറ്റും. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോണർ 90. സോ ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ ഇഷ്യൂ, ഗൂഗിളിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. ഇതെല്ലാം ഇതിൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ഇതിൽ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടത് ഈ ഇങ്ങനെ ഹോം സ്ക്രീനിൽ ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് മോഡിലേക്ക് വരികയും നമുക്ക് വാൾപേപ്പറോ ഐക്കൺസോ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ വരാറുണ്ട്. ഇതിൽ അത് വരുന്നില്ല. പകരം സെറ്റിംഗ്സിൽ കയറിയിട്ട് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്ന് ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ചില അസൗകര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടു. ഇത് ബഗ്ഗാണോ, വരും ദിവസങ്ങളിൽ ശരിയാവുമെന്ന് നമുക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെ ചില അസൗകര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇതിൻ്റെ പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. പെർഫോമൻസ് ടോപ്പ് ലെവൽ അല്ല എങ്കിൽ പോലും നല്ല ഡിസ്പ്ലേയും നല്ല ക്യാമറയും ഡിസൈനും ഒക്കെ ഉള്ളൊരു ഫോണിൽ ഈ ഒരു പെർഫോമൻസ് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലതെന്ന് പറയാം. പക്ഷേ 30,000-40,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. 35 രൂപയുടെ മുകളിലൊക്കെ ആണെങ്കിൽ iQ Neo 7 Pro Snapdragon 8+ Gen 1 ആയിട്ടാണ് വരുന്നത്. അത് 35 രൂപ റേഞ്ചിൽ കിട്ടും. അതിന് 12 ലക്ഷത്തിൻ്റെ ആൻറ്റിറ്റി സ്കോർ ഉണ്ട്. ഇതിൽ നമുക്ക് 5-6 ലക്ഷത്തിൻ്റെ ഒരു ആൻറ്റിറ്റി സ്കോർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ത്രോട്ടിലിംഗ് ടെസ്റ്റ് പോലുള്ള കാര്യം അറിയാമെന്നുള്ളവർക്ക് ഇവിടെ കാണാം. 64% റേഞ്ചിലാണ് നമ്മളൊരു 15 മിനിറ്റ് നേരത്തെ ത്രോട്ടിലിംഗ് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ കിട്ടിയത്. 64% ആണ്. സോ പെർഫോമൻസ് വൈസ് ഈ ഫോൺ ഒരിക്കലും ഒരു റെക്കമെൻഡബിൾ ആയിരിക്കില്ല. 30,000-35,000 രൂപ മുകളിലൊക്കെ വരികയാണെങ്കിൽ. 30,000 താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും ചെയ്യും. നെറ്റ്വർക്ക് റിസപ്ഷൻ പോലുള്ള കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. 5G ആദ്യം ഒന്നും തന്നെ കൺഫ്യൂഷൻ ആക്കി. കാരണം ജിയോ സിം വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം തന്നെ ഇങ്ങനെയാണ് വന്നത്. 4G+ മാത്രമേ വന്നുള്ളൂ. ബട്ട് കണക്ഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു മാറ്റം വരുത്തി 5Gയിലേക്ക് കൊടുത്തപ്പോൾ ഈസി ആയിട്ട് 5G കണക്റ്റ് ആയി. സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 600-700 റേഞ്ചുള്ള സ്പീഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു റേഞ്ച് സ്പീഡ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്പീഡാണ്. യാതൊരു ഇഷ്യൂ ഇല്ല. ജിയോ 5G ആണ് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ കോള്, നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി ലൈഫിൽ ഒന്നതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ചാർജർ 65 വാട്ടിൻ്റെ ചാർജർ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത്. അതിൻ്റെ കാര്യത്തിൽ അത് ചാർജർ ബോക്സിൽ ഇല്ല എന്ന് നമുക്കറിയാം. ഇത് ലോഞ്ച് ഇവൻറ്റിൽ അവർ പറയും ഈ ചാർജറിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത്. അതായത് ചാർജർ നിങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടും, ഫ്രീ ആയിട്ട് തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബോക്സിൽ വെച്ചുകൂടെ എന്ന് നിങ്ങൾ ന്യായമായിട്ടും ചോദിക്കാം. എനിക്കും തോന്നി. പക്ഷേ അവരെന്താണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ലോഞ്ച് ഇവൻറ്റിൽ കാണാം. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അറിഞ്ഞു കഴിയുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ലോഞ്ച് ഇവൻറ്റ് കണ്ടു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് NFC പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, Wi-Fi 6 ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി എല്ലാം തന്നെയും ഡീസൻ്റ് ആയ ലെവലിൽ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. സോ നോർമലി ഒരു സാധാരണ യൂസിന് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതിനാകെ നമ്മൾ ഈ കണ്ട ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് എൻ്റെ ഒരു ഊഹം അനുസരിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 രൂപ റേഞ്ചിലൊക്കെയാണ് ഈ ഫോൺ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി ഫോൺ എന്ന് പറയാം. അവിടെയും ഇതിനേക്കാൾ പെർഫോമൻസ് കൂടിയ ഫോണുകൾ ഉണ്ടാവുമെങ്കിൽ പോലും ബാക്കിയുള്ള ഘടകങ്ങൾ ഇത്രയും നന്നായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല ഫോണെന്ന് തന്നെ പറയാൻ പറ്റും. ബട്ട് ചിലയിടത്ത് ഞാൻ കേട്ടത് ഇത് 35-40 രൂപ റേഞ്ചിൽ പോകുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് തീരെ പോരല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഗെയിമിംഗ് ഫോണുകൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് അത്ര മികച്ച ഒരു ഫോണാവാൻ സാധ്യതയില്ല. ബട്ട് അതല്ലാത്തവരെ സംബന്ധിച്ച് ഡീസൻ്റായ പെർഫോമൻസ് മതി, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് വേണം, ഒരു നോർമൽ യൂസിന് പറ്റിയ നല്ല ഒരു എക്സലൻറ്റ് പെർഫോമൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡീസൻ്റായ പെർഫോമൻസ് ഉണ്ട്, ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണിത്. ഇത് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോഴേക്ക് ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ മാത്രം കണ്ടാൽ മതിയാവും. സോ മൊത്തത്തിൽ എന്താണ് നിങ്ങൾ ഈ ഫോണിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിച്ച പോലെ തന്നെയാണോ അതോ ഡിഫറൻ്റ് ആയ ഒപ്പീനിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.